എന്താണ് ഒരു പ്രത്യേക സ്നേഹം? ഇടി ഇന്ന് ഹൗസ് വാമിങ്ങിന് ഞാൻ എല്ലാ ടീച്ചേഴ്സിനെയും വിളിച്ചിട്ടുണ്ട്. അവരൊക്കെ എന്നെ ആദ്യമായിട്ട് കാണാൻ പോയല്ലേ, അപ്പൊ അങ്ങനെ സുന്ദരിയായിട്ട് നിക്കണ്ടേ. അത് വേണം. ഈ വീട് മൊത്തത്തിൽ എത്ര ചതുരശ്ര അടി വരും? സാർ ഒരു 3500. അങ്ങനെയാണെങ്കിൽ അത് മൊത്തത്തിൽ വൃത്തത്തിൽ കൊണ്ടുവന്നിട്ട് എക്സിന്റെ വാല്യൂ കാണാൻ പറഞ്ഞ ഡയമീറ്റർ ആയിരിക്കും എക്സ് ആയിരിക്കും വലുത്. എക്സ് ഓ, നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങളുടെ എക്സ് ആണല്ലേ? എക്സ് ആണ് വലുത്, ഭാര്യ ആയിരിക്കും അല്ലേ? അതെ സാർ. ആ കൊള്ളാം. വീടൊക്കെ കൊള്ളാം, പക്ഷെ ഇവിടെ ഒരു ചരിത്രം ഇറങ്ങി കിടപ്പുണ്ട്, അറിയോ? അയ്യോ, അതറിയില്ല. പക്ഷെ അപ്പുറത്തെ റൂമിൽ പിന്നെ അമ്മാവൻ കിടന്നുറങ്ങും. ആളെ വിളിക്കും. വേണ്ട, പണ്ട് പേരന്റ്സ് മീറ്റിംഗിന് വന്നതാ ഓർമ്മ വരുന്നേ. അയ്യോ, ഇതന്നെ ഇവിടെ നിന്ന് കളഞ്ഞ് വയ്യ, അകത്തോട്ട് കയറാം. എടോ, ഈ മുറ്റമൊക്കെ എങ്ങനെ ഇന്റർലോക്ക് ഇട്ടാ മണ്ണിലേക്ക് എങ്ങനെ വെള്ളം ഇറങ്ങി പോകും? ഇതൊരു ഭംഗിക്ക് വേണ്ടി ഇട്ടതാ. അപ്പൊ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എങ്ങനെ നടക്കും പറ? ഓ, അപ്പൊ നിങ്ങൾ പഞ്ചായത്തിൽ നിന്നാണല്ലേ? നിങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾ മറ്റേ ആടമിന്റെ ടാക്സ് ഒക്കെ അടിച്ചത്. ഇനിയിപ്പോ എന്താണാവോ? എടി ഇതിന്റെ ടീച്ചറാ, ജോഗ്രഫി ടീച്ചർ. ഇതാ ഗിഫ്റ്റ്. സാറിനല്ലേ ഇവനെപ്പോഴും പറയും. ഇവന് സാറിനെ കുറിച്ച് എപ്പോഴും പറയാതെ. ആ വീട് കൊള്ളാം. സത്യം പറയാൻ നിങ്ങൾ നല്ലതല്ലേ എത്തിയത് കാണുമ്പോ സന്തോഷമുണ്ട്. രണ്ടുപേരും യു അതെ കെയിലല്ലേ? അതെ, രണ്ടുപേരും യു കെ തന്നെ. ഞാൻ ആക്ച്വലി ജിടെക്കില് ഒരു ജനറൽ അക്കൗണ്ടിങ് കോഴ്സ് ചെയ്യാനാ ചെന്നത്. സാറാണ് എന്നോട് പറഞ്ഞത് PD പാസ് ചെയ്യാൻ. അതുകൊണ്ടാട്ടോ എനിക്ക് പെട്ടെന്ന് തന്നെ നല്ലൊരു കമ്പനിയിൽ യു കെയിൽ പ്ലേസ്മെന്റ് ആയത്. അവിടെ വെച്ചാണ് ഞങ്ങൾ. ആ അറിയാം. കേട്ട മോളെ, ഞാൻ ഇവനെ കുറിച്ച് എപ്പോഴും പറയും. ആ രക്ഷപ്പെട്ടില്ലെങ്കിലും ഇവ രക്ഷപ്പെടുന്ന ഉറപ്പാണ്. ഇങ്ങനെയൊന്നും അല്ല സാറ് പണ്ട് പറഞ്ഞോണ്ടിരുന്നത്. ഗിഫ്റ്റ് എടുക്കാം. റെഡി?